ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ KshethraBhoomi'sVlogs. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ പ്രസ്റ്റീജിൻ്റെ 1.5 ലിറ്റർ ഇലക്ട്രിക് കെറ്റിലിൻ്റെ അൺബോക്സിങ്, റിവ്യൂ ആൻഡ് ഡെമോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാ കൂട്ടുകാരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് പ്രസ്റ്റീജിൻ്റെ 1.5 ലിറ്റേഴ്സ് ഇലക്ട്രിക് കെറ്റിൽ. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ബോക്സിൽ ഈ ഒരു കെറ്റിൽ കണക്ട് ചെയ്യുന്ന ബേസ്, പിന്നെ ഈ കെറ്റിൽ, ഇതാണ് പ്രസ്റ്റീജിൻ്റെ 1.5 ലിറ്റർ കെറ്റിൽ. ഈ ലിഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കൊടുത്തിട്ടുണ്ട്, യൂസേഴ്സ് മാനുവൽ. പിന്നെ ഇതിനകത്ത് കണ്ടോ മാക്സിമം മിനിമം, മാക്സ് MIN എന്ന് പറഞ്ഞിട്ട് അവർ അളവ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു റെക്കമെൻഡഡ് ലെവലിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇതാണ് അതിൻ്റെ പവർ ബട്ടൺ. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. നമ്മളിത് ഓൺ ചെയ്യുമ്പം ഈ ലൈറ്റ് കത്തും. ഈ ഒരു ബേസിൽ ഇങ്ങനെ വെച്ചിട്ട് ആണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇത് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പറയാം. ഈ ഒരു ബോക്സിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത് പ്രസ്റ്റീജ് ഇലക്ട്രിക് കെറ്റിൽ 1.5 ലിറ്റർ വിത്ത് കൺസീൽഡ് എലമെൻറ്റ് ആൻഡ് ഡിറ്റാച്ചബിൾ പവർ ബേസ്, നെറ്റ് ക്വാണ്ടിറ്റി 1 യൂണിറ്റ്, മാക്സിമം റീറ്റെയിൽ പ്രൈസ് 1245 rupees, വോൾട്ടേജ് വാട്ടേജ് 230 volts, 1500 watts, മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഞങ്ങളിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ ആമസോൺ പ്രൈസ് 849 rupees ആണ്. ഇതിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. ഇനി നമുക്ക് ഈ കെറ്റിലിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എലഗൻ ഹാൻഡിൽ വിത്ത് സിംഗിൾ ടച്ച് ലിഡ് ലോക്കിംഗ്. ഈ ഒരു ലിഡ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ തന്നെ ഇത് ഓപ്പൺ ആയി വരും. ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ജസ്റ്റ് 1 ടച്ച്, ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പം തന്നെ ഇത് ലോക്കാവും. ഓപ്പൺ ചെയ്യുക, ലോക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പം തന്നെ ലോക്കാവും. നെക്സ്റ്റ്, ഓട്ടോമാറ്റിക് കട്ട് ഓഫ് വെൻ വാട്ടർ ഹാസ് ബോയിൽഡ്. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. ഇത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു റെഡ് ലൈറ്റ് കത്തും. നമ്മൾ വെള്ളം ബോയിലായി കഴിയുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. എനിക്ക് ഈ കെറ്റിലിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും ബെസ്റ്റ് ഫീച്ചറും ഇത് തന്നെയാണ്. കാരണം സപ്പോസ് നമ്മളിപ്പം വെള്ളം വെച്ചിട്ട് ഓഫ് ചെയ്യാൻ മറന്നു പോയാലോ ടൈം കുറേ ആയാലോ ഒന്നും നമ്മൾ ടെൻഷൻ ആവേണ്ട. ഇത് വെള്ളം ബോയിലാവുമ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. നെക്സ്റ്റ്, കൺസീൽഡ് എലമെൻറ്റ്, ഈസി ടു ക്ലീൻ, പവർ ഇൻഡിക്കേറ്റർ. ഇതാണ് പവർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അത് ഗ്ലോസ് വെൻ ദ പവർ ഈസ് ഓൺ. പവർ ഓൺ ആയിരിക്കുമ്പം ഇത് ഈ ഒരു ലൈറ്റ് കത്തും. നെക്സ്റ്റ്, 360 ഡിഗ്രി സ്വൈവൽ ബേസ് ഫോർ യൂസേജ് കൺവീനിയൻസ് ആൻഡ് പോർട്ടബിലിറ്റി. ഇത് നമുക്ക് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരിടത്ത് കുത്തിയാലും ഇത് ഇങ്ങനെ 360 ഡിഗ്രിയിൽ തന്നെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് 1 ഇയർ വാറൻറ്റിയാണ്, 1.5 ലിറ്റർ കപ്പാസിറ്റിയാണ്.
ഇനി നമുക്ക് ഈ ലിഡിനുള്ളിലെ ഈ പ്ലാസ്റ്റിക് ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് വെള്ളം ഒഴിച്ച് ബോയിൽ ചെയ്ത് നോക്കാം എത്ര സമയം എടുക്കും. അതിൻ്റെ ഡെമോ ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കേ, ഞാൻ ഈ കെറ്റിൽ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വാഷ് ചെയ്യുമ്പം ഈ ഒരു നമ്മുടെ പവർ ബട്ടണിലും ഈ ബാക്കിൽ ഈ ഒരു പോർഷനിലും വെള്ളം വീഴാതെ സൂക്ഷിക്കണം. അപ്പം നമുക്കിനി ഇത് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഞാൻ ആദ്യമേ തന്നെ കാണിച്ചു തന്നിരുന്നു. ഇതിൻ്റെ റെക്കമെൻഡഡ് ലെവൽ മാക്സിമം മിനിമം എന്നുള്ള ആ ഒരു മാക്സിമം നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതല്ല, അതിൽ കൂടുതൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് സ്പിൽ ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സ്പിൽ ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നല്ല, സ്പിൽ ഔട്ട് ചെയ്യുക തന്നെ ചെയ്യും. സോ അതുകൊണ്ട് നമ്മുടെ ആ റെക്കമെൻഡഡ് ലെവലിൽ തന്നെ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിതിൻ്റെ മാക്സിമം ലെവലിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലിഡ് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അപ്പോൾ ഒരു സൗണ്ട് കേൾക്കും ലോക്ക് ആയതിൻ്റെ. ഇനി നമുക്കിത് ഈ ഒരു ബേസിൽ നമുക്കിത് വെക്കാം. ഇനി ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. നമുക്ക് ഈ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്യാം. ഈ ഒരു ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് കത്തും. ഇതുണ്ട്, ഓഫ് ചെയ്യാം. ഓൺ ചെയ്തപ്പോൾ ലൈറ്റ്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം എത്ര മിനിറ്റ് എടുക്കും ഈ ഒരു മാക്സിമം ലെവലിലുള്ള വെള്ളം ബോയിലാവാൻ നമുക്ക് നോക്കാം. ഇപ്പം തന്നെ അതിനകത്തുനിന്ന് ഒരു ചെറിയൊരു സൗണ്ട് പോലെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആക്ച്വലി നമ്മുടെ എല്ലാവരുടെയും കിച്ചണിലും മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഇലക്ട്രിക് കെറ്റിൽ. ഈ ഒരു ഇലക്ട്രിക് കെറ്റിൽ കൊണ്ട് നമുക്ക് പല പല ഉപയോഗങ്ങളുണ്ട്. പെട്ടെന്ന് നമുക്കൊരു കോഫി ഉണ്ടാക്കാൻ, ഒരു ബ്ലാക്ക് ടീ ഉണ്ടാക്കാൻ, പിന്നെ ഏത് സീസണിലും നമുക്ക് ചൂടുവെള്ളം കുടിക്കാനായിട്ട്, പിന്നെ കുക്കിംഗ് ടൈമിൽ നമ്മൾ ഗ്രേവിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നല്ല ആ കറിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കാം. പിന്നെ ആ കറി പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ചൂടുവെള്ളം തന്നെയാണ് കുക്കിംഗ് ടൈമിൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു കുക്കിംഗ് ഏരിയയിൽ തന്നെ ഇങ്ങനൊരു കെറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. പിന്നെ കുഞ്ഞ് ബേബീസൊക്കെ ഉള്ള വീട്ടിൽ ഇത് ഏറ്റവും ഹെൽപ്ഫുള്ളാണ്. ബിക്കോസ് നമുക്ക് ബേബി ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ബേബി ഇൻസ്റ്റൻറ്റ് ബേബി മിൽക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട്, ബേബി ഫുഡിൽ സെർലാക്ക് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഒഴിക്കാനായിട്ട്, പിന്നെ നൂഡിൽസ് കുക്ക് ചെയ്യാൻ നമുക്കിതിൽ നൂഡിൽസിലോട്ട് നമുക്ക് ഈ ഒരു നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് വെള്ളം തിളയ്ക്കുന്ന ഉടനെ തന്നെ ഇത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ബാച്ചിലേഴ്സിന് ഏറ്റവും ഹെൽപ്ഫുള്ളാണിത്. ഒറ്റയ്ക്കൊക്കെ താമസിക്കുക, ദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ ഒരു കെറ്റിലുണ്ടെങ്കിൽ പല പല ഉപയോഗങ്ങളുണ്ട്. നമുക്ക് കാപ്പി ഇടാം, ചായ ഇടാം. പക്ഷേ ഇതിനകത്ത് കഴിവതും ചെയ്യരുത്. വെള്ളം ബോയിൽ ചെയ്തിട്ട് നമ്മൾ പുറത്ത് ഗ്ലാസ്സിലോ പാത്രങ്ങളിലോ ഒഴിച്ച് വേണം എടുക്കാൻ. ഇതിനകത്ത് ചെയ്യുവാണെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒരുപാട് നോർമൽ ഒരു പാത്രം ക്ലീൻ ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഒരു കെറ്റിൽ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി സൂക്ഷിക്കണം. ഈ ഒരു പവർ പ്ലഗും താഴത്തെ ബേസിൻ്റെ ആ ഒരു പ്ലേസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും സൂക്ഷിച്ചേ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കഴിവതും വെള്ളം മാത്രം ബോയിൽ ചെയ്യാനായിട്ട് ഈ ഒരു കെറ്റിൽ യൂസ് ചെയ്യുക. അപ്പം നമുക്കൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള യൂസ് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് ഈസി ടു ക്യാരി ആണ്. നമുക്ക് കാറിൽ കൊണ്ടുപോകാം എവിടെ വേണമെങ്കിലും. നമ്മുടെ കയ്യിൽ കുറച്ച് കോഫി പൗഡറും പഞ്ചസാരയും അല്ലെങ്കിൽ തേയിലയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ പെട്ടെന്ന് ഒരു ചായ ഇട്ട് കുടിക്കാനായിട്ട് പറ്റും. ഈ കെറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. 849 rupees മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു 1.5 ലിറ്ററിൻ്റെ കെറ്റിലിന്. ഇതിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 6 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഇത് എന്തായാലും ബോയിലാവും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇത് ബോയിലാവുന്ന സമയം തന്നെ ഇതിൻ്റെ ആ ഒരു ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. പിന്നെ ശരിക്കും നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് ഗ്യാസിൽ വെക്കുന്നതിനേക്കാട്ടിലും ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുന്നതിനേക്കാട്ടിലും വളരെ കുറച്ച് സമയം മാത്രമേ ഈ കെറ്റിലിൽ വെള്ളം തിളയ്ക്കാൻ എടുക്കത്തുള്ളൂ.
ഇപ്പോൾ ഒരു 6 മിനിറ്റ്സ് ആയിരുന്നു. ഇതുണ്ടോ, ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയി. നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു ബേസിൽ നമുക്ക് നല്ലതായിട്ട് ചൂടുണ്ട്, പക്ഷേ ഈ ഹാൻഡിലിൽ ചൂടില്ല. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതുണ്ട്, അതിൽ അസലായിട്ട് തിളച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു ചൂടുവെള്ളം നമുക്ക് ഒരുപാട് കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് ഷുഗറും കുറച്ച് കോഫി പൗഡറും ഇത് നമുക്ക് പെട്ടെന്നൊരു കാപ്പി ഉണ്ടാക്കാം. ഇന്ത്യയിൽ ബ്ലാക്ക് കോഫി റെഡി. ഇതുപോലെ നമുക്ക് ടീയും ഉണ്ടാക്കാം. ഈ കെറ്റിലിനുള്ളിൽ മാഗി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മിൽക്ക് ബോയിൽ ചെയ്യാനോ ഒക്കെ ശ്രമിക്കാതിരിക്കുക. കാരണം ഇതിൻ്റെ ക്ലീനിങ് ബുദ്ധിമുട്ട് തന്നെ. ഈ ഒരു ലിഡ് നമുക്ക് ഊരി മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ ഇവിടെയൊക്കെ വെള്ളം ആവാതെയൊക്കെ സൂക്ഷിച്ച് ക്ലീൻ ചെയ്യാൻ. സോ കഴിവതും ഇതിനുള്ളിൽ വെള്ളം മാത്രം തിളപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത സമയത്ത്, അതായത് യൂസ് ഇല്ലാത്ത സമയത്ത് ഇതിനകം വെള്ളം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കുക. അപ്പോൾ തുരുമ്പ് പിടിക്കാതിരിക്കും. അല്ലെങ്കിൽ എന്തായാലും ഇതിനകത്ത് റസ്റ്റ് ഉണ്ടാവും കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗമില്ലാത്ത സമയത്ത് തുടച്ച് മാറ്റി വെക്കുക. വെള്ളം നനവ് ഒട്ടുമില്ലാതെ, വെള്ളത്തിൻ്റെ നനവ് ഒട്ടുമില്ലാതെ തുടച്ച് മാറ്റി വെക്കുക. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ നേരം നല്ല ചൂടോടുകൂടി ഇരിക്കും. ഇനി അതല്ല, നമുക്ക് കുറേ സമയത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് നേരത്തേക്ക് ചൂട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു ഫ്ലാസ്കിലോട്ട് മാറ്റിയാൽ മതി ഈ ഒരു ചൂടുവെള്ളം. പിന്നെ നമ്മൾ കുടിക്കാനായി തിളപ്പിച്ച വെള്ളമാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ജഗ്ഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക. അപ്പോൾ ക്ഷേത്രഭൂമീസ് വ്ലോഗ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ബൈ ബൈ.